വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതിയെ ക്ഷണിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി കുഞ്ഞിനെയും ഉറക്കിയിട്ട് വരുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് ശാലിനി പറയുകയാണ്, അർജുൻ്റെ അമ്മയെ ക്ഷണിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്ന്. തുടർന്നും ശാലിനി പറയുന്നുണ്ട്, ആരും ക്ഷണിക്കാതെയും വസുമതി ആൻറ്റി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ടല്ലോ ചോരയ്ക്ക്, അപ്പോൾ പിന്നെ ആ ബന്ധം ഉറപ്പുള്ളതായിരിക്കും എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അത് ഭാമ ശരിവെക്കുന്നുമുണ്ട്. തുടർന്ന് രോഹിത്തിനെയും പത്മാവതിയെയും ഒക്കെ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ പെട്ടെന്നങ്ങ് വിഷ്ണു പറയുകയാണ്, അത് സുസ്മിത ഇപ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത്, അവളെ ക്ഷണിച്ചോളും, ക്ഷണിക്കില്ലേ എന്നിങ്ങനെ സുസ്മിതയോട് ചോദിക്കുകയാണ്. അന്നേരമാണ് സുസ്മിത ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത്, വെള്ളമൊക്കെ എടുത്തൊഴിച്ച് പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്നതല്ലേ സുസ്മിത. തുടർന്ന് അല്ല ഭാമാൻറ്റി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ശാലിനി പറഞ്ഞു എന്ന് ഭാമ പറയുകയാണ്. അന്നേരം എന്തെന്ന് ഇങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് അവിടെ നിന്ന് പോരാനായിട്ട് ഒട്ടും മനസ്സില്ലായിരുന്നു അല്ലേ, പിന്നെ പ്രീതിയുടെ കുഞ്ഞു പിറന്നു എന്ന് കേട്ടപ്പോൾ ഓടി ഇങ്ങ് പോകുന്നതാണ്, രോഹിത്തിനെ ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാനായിട്ട് നിനക്ക് വിഷമമുണ്ടാകും, പിന്നെ പുതുമോടിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. കുറച്ച് മുമ്പ് പത്മാവതി എന്നെ വിളിച്ചിരുന്നു, എപ്പോഴാണ് മോളെ എങ്ങോട്ടത്തേക്ക് അയക്കുന്നത് എന്നും പറഞ്ഞ് ഭാമ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണുവും പ്രീതിയും ഒക്കെ അങ്ങ് നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് പൊന്നിയും പറയുന്നുണ്ട്, അതേ സത്യാമ്മേ ശരിയാണ്, ഇന്നലെ രാത്രി ഈ സെറ്റിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയായിരുന്നു, സുസ്മിത ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പൊന്നിയും പറയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നുള്ള പണിയാണല്ലേ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ പല്ലൊക്കെ അടിച്ചു പിടിക്കുകയാണ്. തുടർന്നും ഭാമ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ സാഹചര്യം മനസ്സിലാവും, ഒരു വശത്ത് പത്മാവതി, ഒരു വശത്ത് ഞാൻ. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒരു കുടുംബം നോക്കാനുള്ള പക്വത നിനക്കില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ ഇപ്പോൾ നീ എല്ലാം പഠിച്ചെടുത്തു, ദേ ശാലിനിയെ പോലെ എന്ന് പറഞ്ഞ് അവിടെയും ശാലിനി അങ്ങ് ഭാമ പ്രശംസിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അല്ല ആൻറ്റി ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആ വിഷയം അവസാനിപ്പിക്കാനായിട്ട് വിഷ്ണു പറയുന്നുണ്ട്, അതേ പ്രശ്നമുണ്ട്, ഇന്നലെ എന്നെ രോഹിത്ത് വിളിച്ചിരുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, ഭാഗ്യം വിഷ്ണുട്ടനെങ്കിലും എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ എന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് സന്തോഷം വരികയാണ്. ആ പ്രശ്നമൊക്കെ പറഞ്ഞു കാണുമെന്ന് കരുതിയാണ് സുസ്മിത അങ്ങനെ പറയുന്നത്. തുടർന്ന് എന്താ പ്രശ്നം എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാണെങ്കിൽ നുണയൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ പെട്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്, അതെ കുറച്ച് മുമ്പ് പത്മാവതി ആൻറ്റിക്ക് ചെറിയൊരു നെഞ്ചുവേദന, കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അമ്മയ്ക്ക് അറിയാമല്ലോ അവർക്ക് വേറെ ആരുമില്ല കൂടെ നിർത്താനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണടച്ചുകൊണ്ടുള്ള നുണപറച്ചിൽ കേട്ട് വായും പൊളിച്ചിരിക്കുകയാണ് ശാലിനിയും പ്രീതിയും അർജുനും ഒക്കെ. രാഘവനാർക്കും സംഭവം മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ഭാമ ഈ കള്ള കഥയൊക്കെ വിഷ്ണു പറഞ്ഞ കഥയൊക്കെ വിശ്വസിച്ച് ആണോ, എന്നിട്ടിപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുസ്മിത കൂട്ടിന് ചെല്ലണം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ അങ്ങ് സുസ്മിതയെ വെപ്രാളപ്പെടുത്തുകയാണ്. ചെല്ല് മോളെ, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, പെട്ടെന്ന് ചെല്ല് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാമ ബഹളം കൂട്ടുന്നുണ്ട്. തുടർന്ന് നിവർത്തിമില്ലാതെ സുസ്മിത എഴുന്നേൽക്കുകയാണ്. അന്നേരം പൊയ്ക്കോ, ടാറ്റ, ബൈ ബൈ, ചെല്ല് എന്നിങ്ങനെയൊക്കെ വിഷ്ണു അങ്ങ് കളിയാക്കുകയാണ്. ഭാമയ്ക്ക് പക്ഷേ അത് മനസ്സിലാകുന്നില്ല. തുടർന്ന് എങ്കിൽ ശരി പോട്ടെ എന്നും പറഞ്ഞ് സുസ്മിത തിരിഞ്ഞ് നടക്കുകയാണ്. ആൻറ്റി എന്നെ തിരിച്ച് വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സുസ്മിത നടക്കുന്നത്. തുടർന്ന് സുസ്മിതയെന്ന് ഇങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ, ഭാഗ്യം വിളിച്ചു എന്നും പറഞ്ഞ് എന്താ ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത സന്തോഷത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഭാമ വഴക്ക് പറയാണ്, നിന്ന് താളം ചവിട്ടാതെ പെട്ടെന്ന് അങ്ങോട്ട് പോ, ചെല്ല് എന്നിങ്ങനെ വീണ്ടും ഭാമ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരു നിമിഷം പേടിച്ചു ആദ്യം സുസ്മിതയെ തിരിച്ച് വിളിക്കുമ്പോൾ ശാലിനിയും പ്രീതിയും ഒക്കെ. പിന്നീട് ഈ ഭാമയുടെ സംസാരം കേട്ട് അവർക്ക് സന്തോഷമാവുകയാണ്. അന്നേരം വിഷ്ണു കൈകൊണ്ട് കാണിക്കുകയാണ്, പൊയ്ക്കോ ടാറ്റ എന്നിങ്ങനെ പറയുമ്പോൾ ആകെ നിരാശയായിട്ട് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് സുസ്മിത. തുടർന്ന് ഞാൻ സുസ്മിതയെ യാത്രയാക്കിയിട്ട് വരാം സത്യാമ്മയെന്ന് പറഞ്ഞ് സുസ്മിതയുടെ പുറകെ ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം മുറ്റത്തേക്ക് ഇറങ്ങുന്ന സുസ്മിതയെ വിളിക്കുകയാണ്, നീ ഇപ്പോൾ എന്താണ് കരുതിയത്, നീ ഇപ്പോൾ നിന്നെ ചക്രവ്യൂഹത്തിൽ ഞങ്ങളെല്ലാവരും ആക്കിയെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, എല്ലാവരും കൂടെ ചേർന്നുള്ള ഒത്തുകളി തന്നെയാണിത്. നീ എന്താ കരുതിയത്, കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി അവിടെ നിന്നിട്ട് തലയിലൊരു കൂടം വെള്ളവും കമഴ്ത്തി അവിടെ നിന്ന് ഡയലോഗൊക്കെ പറഞ്ഞ് സത്യാമ്മയുടെ ചിറകിനടിയിലേക്ക് വീണ്ടും അങ്ങ് വരാമെന്ന് കരുതിയോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇത്രയും കാലം വെള്ളം കോരിയത് ആവില്ലേ, നീ ഉമിത്തിയിൽ എരിഞ്ഞടങ്ങുന്നത് പോലെ എരിഞ്ഞടങ്ങുക തന്നെ വേണം. ഇനി എൻ്റെ വിഷ്ണുട്ടൻ്റെയോ പ്രീതിയുടെയോ ജീവിതത്തിൽ ഒരു കരിനിഴലായി നീ ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് വെല്ലുവിളിക്കുകയാണ്. വിജയുടെ ഭാവത്തിൽ ശാലിനി. അതൊക്കെ കേട്ട ദേഷ്യത്തോടു കൂടി സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഇവളിതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് സുസ്മിത ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കിയ പോലെ ശാലിനിയും പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്, ഞങ്ങൾ നിന്നെ കെട്ടിച്ചു വിട്ട ശേഷം അവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നോ, അവിടെ രോഹിത്തിൻ്റെ വീട്ടിൽ നിന്നും സത്യാമ്മയുടെ വീട്ടിലേക്കൊരു ഹോട്ട് ലൈൻ ഞങ്ങൾ വലിച്ചിട്ടുണ്ട്, അതിൽ കൂടി ഓരോ സ്പന്ദനവും ഞങ്ങൾ അറിയും, തൽക്കാലം നീ ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ് സുസ്മിതയോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാമ വീണ്ടും ഹാള് വഴി പോകുമ്പോൾ ശാലിനി അവളെ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്.
അന്നേരം നാളെ നൂലുകെട്ടിന് വരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്ന് ശാലിനി പറയുകയാണ് പെട്ടെന്ന്. തുടർന്ന് ഭാമ വീണ്ടും പറയാണ്, അവളെ എങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് നീ ഇങ്ങോട്ട് വന്നേ, നീ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് ഞെട്ടുകയാണ് സുസ്മിത. എന്ന് വെച്ചാൽ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് പുറംകാല് കൊണ്ട് തള്ളിയ ആ ഭാമയുടെ സംസാരമൊക്കെ കേട്ട് സുസ്മിതയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് സുസ്മിത ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബൈക്കിൽ രോഹിത് വരികയാണ്. തുടർന്ന് സുസ്മിതയെ കണ്ട് ബൈക്ക് മുന്നോട്ട് നിർത്തിയിട്ട് ആ ബൈക്കിൻ്റെ മിറർ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ട്, ആഹാ ഇത് നമ്മുടെ ആളാണല്ലോ എന്നും പറഞ്ഞ് രോഹിത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ സുസ്മിത അങ്ങ് കണ്ടഭാവം നടിക്കുന്നെങ്കിലും രോഹിത്തിന് മുഖം കൊടുക്കുന്നില്ല. അന്നേരം ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമെങ്കിലും കാണിക്കേടി, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത അങ്ങ് പറയുകയാണ്, വീട്ടിൽ വെച്ച് എനിക്ക് ആവശ്യത്തിലേറെ അപമാനം തരുന്നുണ്ട്, ഈ പൊതുസ്ഥലത്ത് കൂടി വേണ്ട എന്ന് പറയുമ്പോൾ, ഏത് വീട്, ഞാനും എൻ്റെ അമ്മയും താമസിക്കുന്നത് ചാണാക്കുഴിയിലാണെന്നല്ലേ നീ പറഞ്ഞത്, അവിടുത്തെ അശുദ്ധിയൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയതല്ല, ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ഒരു ന്യായത്തിൽ സുസ്മിത സംസാരിക്കുകയാണ്, എന്നെ പരിഹസിച്ചത് മതി, ആവശ്യത്തിലേറെ അവഗണന ഒക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരാൾ വീഴുന്നത് വരെ ചവിട്ടാം, പിന്നെയും ചവിട്ടുന്നത് മോശമാണ്, എനിക്കിപ്പോൾ ചെന്ന് കയറാൻ പോലും ഒരു വീട് പോലും ഇല്ല, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ശത്രുത കാണിക്കുന്നത്, നമുക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. വിഷ്ണുട്ടൻ്റെ ശാലിനിയുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ രോഹിത്തും അറിയുന്നുണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അവരും അറിയുന്നുണ്ട്, ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും അവരോട് പറയുന്നത് വളരെ മോശമാണ് എന്നിങ്ങനെ സുസ്മിത പറഞ്ഞു വരുമ്പോൾ രോഹിത്തിനത് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി അങ്ങനെ പറയാതിരിക്കാനാണ് സുസ്മിത അങ്ങനെ പറഞ്ഞതെന്ന്. തുടർന്ന് രോഹിത് പറയുകയാണ്, നിർത്തടി നിന്റെ സംസാരം, നീ എവിടം വരെ പോകും എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, ബെഡ്റൂമിലെ കാര്യം പറയാതിരിക്കാം, പക്ഷേ അത് പരസ്പരം മനസ്സും ശരീരവും ഒക്കെ പങ്കുവെച്ച് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, പക്ഷെ നിന്നെപ്പോലെ ഉള്ള ഒരുവളുടെ കൂടെ കഴിയുന്ന എനിക്ക് അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പരസ്യമായിട്ട് അവിടെ ഒരു പൊതുസ്ഥലത്ത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ ഇതുവഴി എങ്ങോട്ട് പോകുന്നു, ഈ ചൈന കോളനിയിൽ നിന്റെ കുഞ്ഞമ്മയുടെ മോള് താമസിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് രോഹിത് അങ്ങ് പരിഹസിക്കുകയാണ് സുസ്മിതയെ. തുടർന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ അമ്മയ്ക്ക് നെഞ്ചുവേദനയാണ് എന്നൊക്കെ കള്ളം പറഞ്ഞ് അത് എന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുത്തിക്കാനാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാനിങ്ങ് വന്നേനെ, അവിടെ എല്ലാവരും ചേർന്ന് അത്രയേറെ എന്നെ അപമാനിച്ചു, അവിടുത്തെ വേലക്കാരത്തി വരെ എന്നെ അപമാനിച്ചു എന്നിങ്ങനെ രോഹിത്തിനും അവിടെ ഒരു ഡ്രൈവർ എന്നുള്ള സ്ഥാനം മാത്രമേ കിട്ടൂ, അതുപോലെ ഡ്രൈവറുടെ ഭാര്യ എന്നുള്ളൊരു പരിഗണന മാത്രമേ എനിക്കും കിട്ടിയുള്ളൂ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, നമ്മുടെ ബെഡ്റൂമിലെ കാര്യമൊക്കെ അവരോടല്ലാതെ ഈ ചൈന കോളനിയിലുള്ള ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർ നിന്നെയല്ല തല്ലുന്നത്, എന്നെ ആയിരുന്നു തല്ലുന്നത്, കാരണം ഭാര്യയുടെ നിലയ്ക്ക് നിർത്താനായിട്ട് എനിക്ക് കഴിവില്ല എന്ന് വിചാരിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ നീ പറഞ്ഞില്ലേ ഈ സത്യാമ്മയുടെ വീട്ടിലായിട്ടുള്ള ബന്ധം, അതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, വിഷ്ണുവും ശാലിനിയും സത്യാമ്മയുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, പിന്നെ എൻ്റെ അച്ഛന് കുരുതി കൊടുത്ത നിന്നെ എൻ്റെ വീട്ടിലേക്ക് വരുത്തണമായിരുന്നു, അതിനുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് ഞാൻ അവരെ കണ്ടത്, അല്ലാതെ സമയം കിട്ടുമ്പോഴും സൗകര്യം കിട്ടുമ്പോഴും സത്യാമ്മയുടെ പണപ്പെട്ടിയുള്ള അറയിലേക്ക് നിന്നെപ്പോലെ നുഴഞ്ഞു കയറാനായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നെങ്കിലും കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇപ്പോൾ നീ എന്നോട് പറഞ്ഞതൊക്കെ സത്യാമ്മയുടെ വീട്ടിൽ നിന്നും കിട്ടിയ അവഗണന കൊണ്ടുള്ള ഒരു പരിഭവം മാത്രമാണ്, അല്ലാതെ നീ ഒരിക്കലും നന്നാവില്ല, അതിനുവേണ്ടി ഹോട്ടലെന്നോ പെൻറ്റഗണെന്നോ എന്ത് വേണമെങ്കിലും പറയാം എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ, ശരി ഞാൻ സമ്മതിച്ചു, ഞാനിനി എന്ത് വേണമെന്നാണ് എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. തുടർന്ന് വീടിൻ്റെ താക്കോൽ എടുത്തിട്ട്, ദാ ഇത് വീടിൻ്റെ താക്കോലാണ്, അമ്മ ഒരു ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിത താക്കോൽ ഏൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടിയിൽ ഒരു കവറിൽ ഒരു വലിയ മീൻ, ചൂര മീൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കവറിൽ നിന്നും കയ്യിലേക്ക് എടുത്ത് രോഹിത് സുസ്മിതയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയി കറി വെക്കടിയെന്ന്. അന്നേരം കറി വെച്ചൊന്നും എനിക്ക് പരിചയമില്ല രോഹിത് എന്ന് പറയുമ്പോൾ, തിന്ന് ശീലമുണ്ടല്ലോ അങ്ങോട്ട് പിടിക്കടി എന്ന് പറയുകയാണ്. അന്നേരം ഇതൊരു കവറിലിട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, നീ മീനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചൈന കോളനി വരെ നടക്കണം, അന്നേരം നിനക്ക് കുറച്ചു ദൂരം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും സത്യാമ്മയുടെ കൊട്ടാരം നിന്റെ കണ്ണെത്താത്ത ദൂരത്തിലാണ്, കൊണ്ടുപോടി എന്ന് പറയുകയാണ്. തുടർന്ന് എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഈ ബൈക്കിൻ്റെ പിന്നിലിരുത്തി വീട് വരെ കൊണ്ടാക്കാം, പക്ഷെ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് വണ്ടി എടുക്കുകയാണ്. തുടർന്ന് ആ മീനിട്ട കവർ തറയിൽ കിടക്കുമ്പോൾ അതും എടുത്ത് ചുരുട്ടി വണ്ടിയിലേക്ക് വെച്ചിട്ട് രോഹിത് വന്ന വഴി അങ്ങ് പോവുകയാണ്.
തുടർന്ന് സുസ്മിത മീനും കൊണ്ട് ആ ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ്. അന്നേരം കുറച്ചു ദൂരം എത്തുമ്പോൾ മീനൊക്കെ ഇങ്ങനെ പൊക്കി അറപ്പോടും വെറുപ്പോടും ഒക്കെ സുസ്മിത നോക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നെത്തുമ്പോൾ ഒരു കാറ് സുസ്മിതയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. മീൻകാരി, മീൻ എന്താ വില എന്നിങ്ങനെ അതിലിരുന്ന് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്. നോക്കുമ്പോൾ അത് സുസ്മിതയുടെ കൂട്ടുകാരികളായിരുന്നു. അഞ്ജലിയും വേറെ 2-3 പേരും ഒക്കെ ഇരിപ്പുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്, കണ്ണീരൊക്കെ വരുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ കണ്ണീരൊക്കെ തുടക്കുകയാണ് ഷാള് കൊണ്ട്. അന്നേരം അവർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്, നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചോദിച്ചതല്ലേ, നീ വാ, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അവളുടെ ഒരു മീൻ അതങ്ങോട്ട് വാങ്ങിച്ചെറിയടി എന്ന് ഒരാളോട് പറയുമ്പോൾ ഒരു പെൺകുട്ടി ആ മീൻ വാങ്ങിച്ചങ്ങ് എറിഞ്ഞിട്ട് സുസ്മിതയെ ബലമായിട്ട് കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശാരി എന്ന് മിറ്റം തൂക്കുകയാണ്. ചെടിക്കൊക്കെ ശാരദാമ്മ വെള്ളം ഒഴിക്കുന്നുണ്ട്. അന്നേരം പ്രീതിയുടെ കുഞ്ഞിൻ്റെ കാര്യവും സുസ്മിത ഒഴിഞ്ഞു പോയതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ വസുമതി ആൻറ്റി നൂലുകെട്ടിന് വരാതിരുന്നാൽ പ്രീതിക്ക് വിഷമമാകും എന്നിങ്ങനെയൊക്കെ ശാരിക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അകത്ത് നിന്ന് ശ്യാമ ഓടിയിറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, നൂലുകെട്ടിന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കുന്നുണ്ടോ എന്ന്. അന്നേരം ശാരിയെ കളിയാക്കുകയാണ്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് എത്താൻ വൈകുന്നതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങ് പിണങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, നീ അവളെ അങ്ങനെ അങ്ങ് കളിയാക്കാതെ, നമ്മൾ കൂട്ടിയാലും കുറച്ചൊക്കെ കൂടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരിയെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയില്ലേ എന്ന്. അന്നേരം ശാരദാമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് ശാരിയെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇവൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണോ എന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഇവൾക്ക് മാത്രമല്ല നിനക്കുമുണ്ട്, പിന്നെ നിങ്ങൾക്കെടുത്താൽ തികയുമെങ്കിൽ എനിക്കും ഒരെണ്ണം എടുക്കുന്നുണ്ട്. പ്രീതിയുടെ ചടങ്ങും കുഞ്ഞിൻ്റെ ചടങ്ങും ഒക്കെ മുന്നിൽ കണ്ട് ഞാനൊരു തുക മിച്ചം പിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് പോയെടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം എപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്നും പറഞ്ഞ് ശ്യാമ ബഹളം കൂട്ടുകയാണ്. പിന്നെ ശാന്തയും രാജിയും ഒക്കെ വന്നാൽ നമുക്ക് ഇറങ്ങാം, പിന്നെ ഒരുപാട് നേരമൊന്നും ചുറ്റിക്കറങ്ങല്ല, പെൺപിള്ളേരെയും കൊണ്ട് രാത്രിയാകുന്നവരെ എനിക്ക് കറങ്ങാനൊന്നും വയ്യ, പെട്ടെന്ന് ഇങ്ങ് പോരണം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. സത്യാമ്മയുടെ മൂത്ത മകൻ്റെ ബന്ധുക്കാരല്ലേ നമ്മൾ, അപ്പോൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഈ സമയത്ത് രാജിയും ശാന്തയും കൂടി വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി റെഡിയാവുമെന്ന് ശാരികയോടും ശ്യാമയോടും ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് അവരോട് ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വൈകിയത്, കുട്ടികൾ തുണിയെടുക്കാൻ പോകാനായിട്ട് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ഒരു വാർത്തയുണ്ട്, അത് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല. രാമായണ പാരായണത്തിൻ്റെ സമയത്ത് നിന്നും പുറപ്പെട്ടു പോയ ഗോപാലകൃഷ്ണനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ശാന്ത പറയുകയാണ്. അന്നേരം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നിങ്ങനെ രാജി പറയുകയാണ്. അന്നേരം ആകെ അങ്ങ് സങ്കടം അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. ഇനി അസുഖം എന്താണ് ഒന്നൊന്നും അറിയാതെ. ഇത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.